നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആനപ്പാറ എന്ന് പറയുന്ന ആ പേരിന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലമുണ്ടായിട്ടുള്ളത്. കാരണം ഏകദേശം ഒരു 5-8 വർഷമായിട്ട് ഈ പ്രദേശത്തിലെ താമസിക്കുന്ന ആളുകൾ വളരെയധികം ഭയാനകമായ രീതിയിലും ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലം നമ്മുടെ ചുണ്ടേൽ ആനപ്പാറ പ്രദേശമാണ്. അതായത് ചെമ്പ്ര മലനിരകൾക്ക് താഴെയുള്ള ആനപ്പാറ, പക്കാളിപ്പള്ളം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വലിയ കാട്ടാന ഭീതിയിലാണ്. ഇത് കണ്ടില്ലേ, തെങ്ങൊക്കെ എത്രയോ കർഷകർ, പാവപ്പെട്ട കർഷകർ എത്രയോ കാലം പകലന്തിയോളം പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാർഷിക വിളകളൊക്കെ. ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ടാണ് ചവിട്ടി മെതിച്ചു പോകുന്നത് കാട്ടാനക്കൂട്ടം. ഈ പ്രദേശത്ത് കുറച്ച് നാളായി കാട്ടാനകൾ കൂട്ടമായിട്ട് ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആളുകളൊക്കെ കഷ്ടിച്ചാണ് ജീവൻ രക്ഷപ്പെടുന്നത്. കൃഷിയൊക്കെ വൻതോതിൽ നശിപ്പിക്കുകയാണ്. അതായത് ചെമ്പ്ര മലയുടെ താഴ്വാര പ്രദേശമാണിത്. ചുണ്ടയിൽ നിന്ന് പക്കാളിപ്പള്ളത്തേക്കും ആനപ്പാറയിലേക്കുള്ള വഴിയിലൊക്കെ കാട്ടാനകൾ എപ്പോഴും മറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാത്രിയായാൽ ആനകൾ ഇങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങി വിഹരിക്കുകയാണ്. എല്ലാം ചവിട്ടി മെതിച്ച് നശിപ്പിക്കും. തുച്ഛമായൊരു നഷ്ടപരിഹാരം മാത്രമാണ് കർഷകർക്ക് കിട്ടുന്നത്. ഫെൻസിങ് കൃത്യമായി ഇല്ലാത്തതാണ്, പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായിട്ടില്ലാത്തതാണ് ഇതിങ്ങനെ ആന ഇറങ്ങി വരാനുള്ള കാരണം. അത് ഒരാന മാത്രമൊന്നുമല്ല, കൂട്ടമായിട്ട് ഇറങ്ങുമെന്നാണ് പ്രദേശത്തെ കർഷകരെല്ലാം പറയുന്നത്. ജീവഭയത്താലാണ് എല്ലാവരും ഇവിടെ താമസിക്കുന്നത്. അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം, പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പല പ്രക്ഷോഭങ്ങളും നടത്തി, പല വഴിതടയൽ സമരം ഉൾപ്പെടെ സമരങ്ങൾ പലതും നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും ഇത് തുടരുകയാണ്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സംഭവം ഇന്നലെ 1 മണി കഴിഞ്ഞതിന് ശേഷം ആന വന്നത്. തിരിച്ചു പോകുന്നത് ഒരു 3 മണിയാവാൻ സമയമായിരിക്കുന്ന ഈ വഴിയാണ് വന്നിട്ടുള്ളത്. സ്ഥിരമായിട്ട് ഇപ്പൊ ശല്യം ഉണ്ടോ? സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. സ്ഥിരമായിട്ടുണ്ട്, ശല്യമുണ്ട് ഈ ഭാഗത്ത്. ഇന്നലെ ഞങ്ങൾ പണിയെടുക്കുന്ന അവിടെ ആ ഭാഗത്ത് ആന വന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ കുട്ടി വരുമ്പോ ആന മുന്നിക്ക് ചാടിയിട്ട് ഓൻ പേടിച്ച് വിറച്ച് 2-3 ദിവസം പനിച്ച് കിടന്നിക്കണം. ഇന്നലെ വരെ പണിക്ക് പോകാൻ പോയിട്ടില്ല. ഇന്നാണ് ഇപ്പൊ ഒന്ന് പണിക്ക് പോയത്. 2 ആനകള് മുന്നിക്ക് വന്ന് ചാടിയെന്ന്. ഒരു 7 മണിയായിട്ടുള്ള അപ്പോത്തിന് മിഞ്ഞാന്ന് വന്നിട്ട് 2 പൈപ്പ് ഉണ്ടായിരുന്നു മുറ്റത്ത്. ആ 2 പൈപ്പും പൊട്ടിച്ച് വേലി 2 സ്ഥലത്ത് പൊളിച്ച് ഞങ്ങൾക്ക് കിടന്നുറങ്ങാനില്ല. 10 മണിക്ക് തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഞങ്ങൾ ഇതിനെ നോക്കി നിൽക്കുകയാണ്. അതിലിടക്ക് ഇന്നലെ കറണ്ടും ഇല്ലാതായി. ഇങ്ങനൊക്കെ ആയി ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ജീവിക്കണ്ട ഇവിടെ. എത്ര കാലമായി ഞങ്ങളിവിടെ ഒരു നികുതി എടുക്കണില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? 4-5 തെങ്ങ് ഇപ്പോൾ ഒന്ന് കൃഷ്ണന്റെ, ഒന്ന് കപ്പുട്ടിയേട്ടന്റെ, അവിടെ ഭാസ്കരേട്ടന്റെ, ഒന്ന് എന്റെ 4 തെങ്ങോളം 4-5 തെങ്ങോളം പോയി ഇന്നലെ മാത്രം. അവിടെ ഇപ്പൊ മേലെ ഭാഗത്തൊക്കെ ഞങ്ങൾ കവുങ്ങും തെങ്ങും കംപ്ലീറ്റ് പോയി, കാപ്പികളൊക്കെ കംപ്ലീറ്റ് പോയി. ഇതിപ്പോ എന്തിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നല്ലേ അതിനൊക്കെ ആവശ്യപ്പെടുന്നത്. കുട്ടികൾക്ക് സ്കൂൾക്ക് മദ്രസക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആന പിന്നെ പന്നി പുലി എല്ലാതും ഇറങ്ങിക്കണം. ആകെ ഇടങ്ങാറായിക്കണം ഇപ്പൊ ഞങ്ങള്. 8 മണി വയ്യ കണ്ടോ? ഈ വൈക്ക കൂടെ കുട്ടികൾക്ക് സ്കൂൾ ഈ വയ്യ കണ്ടിരങ്ങള് സ്കൂളിൽ മദ്രസയിലൊക്കെ പോകാൻ അങ്ങനെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. ഇവിടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ജീവിക്കുന്നുള്ളൂ. ആന പന്നി വേറെ പന്നിയൊക്കെ കോഴിക്കോട് മറിച്ചിടുക, കോഴിക്കളെ കൊണ്ടുപോവുക. അപ്പം പിന്നെ കഴിഞ്ഞ ആഴ്ച 1 മണി രാത്രിയാണ് ഞങ്ങൾ മുറ്റത്ത് ആന വന്നത്. എന്റെ ചെക്കൻ്റെ വണ്ടിയൊക്കെ എന്തോ പൊരുത്തത്തിന് പൊട്ടിച്ചിട്ടില്ല. 3-4 പ്രാവശ്യമായി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം നിങ്ങൾ. 3:30 മണിക്കാണ് ഞങ്ങളവിടെ പണിയെടുക്കുമ്പോ ആന ചീറിയിട്ട് ഞങ്ങളെല്ലാരും കൂടി അവിടെ ഫോറസ്റ്റിൽ പണിയെടുക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. ഒരാൾക്ക് നല്ല കുട്ടികളില്ലോരും ഇല്ലാത്തവരൊക്കെ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുക തന്നെ. ഞാൻ രാത്രി ഞങ്ങളായിക്കൂടെ പോയത് 1:30 മണിക്കാണ്. ഞങ്ങളെ ചുമര് ചാരിങ്ങാണ്ടാണ് ആന കയറി പോണത്. ഒരു രാത്രി ഒന്നും സുഖമില്ലെങ്കിൽ ഞങ്ങളോടൊക്കെ സുഖമില്ലാത്ത ആൾക്കാരൊന്ന് രാത്രിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പോകണമെങ്കിൽ തന്നെ പേടിയാണ്. ഇപ്പൊ ഒന്ന് ആസ്പത്രിക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ എല്ലാവരും പേടിച്ച് നിൽക്കുന്നത്. ശല്യം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇന്നലെയൊക്കെ ഇവിടെ രാത്രി മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നുള്ള തെങ്ങ്, കാപ്പി, കവുങ്ങ് എല്ലാം ഇടിച്ച് തകർത്ത് തരിപ്പണാക്കി പോയി. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ ഈ മേൽഭാഗത്തായി കാണുന്ന സ്ഥലത്ത് പുലിയും നരിയും കാട്ടുപോത്തും അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊണ്ട് ജീവിതം അസാധ്യമായിരിക്കുകയാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതിനെന്തെങ്കിലും പഞ്ചായത്തിൻ്റെ, സർക്കാരിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീതിയുക്തമായ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കാം. ഈ ഭാഗത്ത് ഞങ്ങളവിടെ കഴിഞ്ഞ ശനിയാഴ്ച
ആന വന്നിട്ട് 2 കവുങ്ങ് പൊട്ടിച്ചിട്ടിട്ട് ഇലക്ട്രിക് കമ്പി പൊട്ടിച്ച് പിറ്റേ ദിവസം ഇലക്ട്രിക്കാരെ വിളിച്ച് അവർ വന്ന് നന്നാക്കി. എല്ലാം ആനനെ കൊണ്ട് ഭയങ്കര ശല്യ, ഒരു നിവൃത്തിയില്ലാത്ത അയക്കണ്. ആനയല്ല, നരിയുണ്ട്, നരി പുലിയൊക്കെ ഉണ്ട് ഇവിടെ, കടുവ, ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായി. ഇവിടെ ഞങ്ങൾക്ക് കാര്യമായിട്ട് നികുതി അടക്കണം. പിന്നെ റോഡ് വേണം. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിലൊരു കാര്യം ആക്കാതെ ഞങ്ങൾ വോട്ട് ചെയ്യൂല. ആര് വന്നാലും ഞങ്ങൾ വോട്ട് ചോദിച്ചാൽ ഞങ്ങൾ വോട്ട് കൊടുക്കൂല. നമ്മൾ 15 വർഷമായിട്ട് ഞാൻ 15 വർഷം മുമ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ട്രഞ്ച് കുഴിച്ചിട്ടുണ്ട്. ആ ട്രഞ്ച് എടുത്തിട്ട് എല്ലാ തൊഴിലാളികളും കൂടിയിട്ടാണ് ട്രഞ്ച് എടുത്തിട്ടുള്ളത് 15 വർഷം മുമ്പ്. ആ ട്രഞ്ചിന്റെ പുറമെ ട്രഞ്ച് എടുക്കാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളിൽ JCB ഉപയോഗിച്ചിട്ട് ട്രഞ്ച് മൊത്തം കയറിയിട്ടുണ്ട്. ആ ട്രഞ്ചിന് അപ്പുറമാണ് നമ്മൾ പെൻസിലിംഗ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പെൻസിലിംഗ് ശരിക്കും ഉപയോഗശൂന്യമല്ല. പെൻസിലിംഗ് ഇല്ലാന്ന് പറഞ്ഞ പെൻസിലിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പെൻസിലിംഗ് തള്ളി ഈ ട്രഞ്ചും ചവിട്ടിയിട്ടാണ് ആന വരുന്നത്. ഇപ്പം ഈ ട്രഞ്ച് മൊത്തം മണ്ണ് അടഞ്ഞിട്ട് ട്രഞ്ചിലൂടെ ആനക്ക് ഈസിലി വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പഞ്ചായത്തിലും ഗ്രാമത്തിലും നമ്മൾ പറഞ്ഞത് ആ ട്രഞ്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ പറ്റും, മെറ്റീരിയൽ ഉണ്ട്. അവിടെ ആ ട്രഞ്ച് ഉപയോഗിക്കുന്ന രീതിയിലാക്കി മാറ്റിയിട്ട് നമ്മൾ ഈ പെൻസിലിംഗ് അത് ഉപയോഗമാരം ആക്കി മാറ്റുക. എന്താ പെൻസിലിംഗ് ചെയ്യുന്നത് ഈ പച്ച മരത്തിന് വീട്ടിൽ അടിച്ചു വെച്ചത് അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫണ്ട് വെച്ചെന്നല്ല, അത് അതിലേക്കൊരു കറണ്ട് എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും അത് നോക്കി പോയാൽ കാണാം, എല്ലാം പച്ചമരത്തിൽ അടിച്ചു വെച്ചേക്കാം. അത് മതി. ഈ പെൻസിലിംഗ് ഇപ്പോൾ MLA ഫണ്ട് പെൻസിലിംഗ് 20 ലക്ഷം വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ആയിട്ടിന് 30 സ്റ്റേറ്റ് ആയിട്ടും ഉണ്ട്, പക്ഷേ ഇതുവരെ നടപ്പിലായിട്ടില്ല. അപ്പോൾ പെൻസിലിംഗ് കറക്റ്റായിട്ട് തളിമല ഭാഗം ചെയ്ത മാതിരി ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം ട്രെഞ്ചും ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഈ ആനശല്യവും ശല്യങ്ങളൊക്കെ കുറയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആനപ്പാറ എന്ന് പറയുന്ന ആ പേരിന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലമുണ്ടായിട്ടുള്ളത്. കാരണം ഏകദേശം ഒരു 5-8 വർഷമായിട്ട് ഈ പ്രദേശത്തിലെ താമസിക്കുന്ന ആളുകൾ വളരെയധികം ഭയാനകമായ രീതിയിലും ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് കാട്ടാന കൂട്ടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ അടക്കം കൃത്യം 4 മണിയാകുമ്പോൾ തന്നെ ഈ കയ്യേറ്റ ഭൂമിയിൽ കയറിയിരിക്കുക. എന്നിട്ട് രാത്രി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനകൾ മുഴുവനും പല സ്ഥലങ്ങളിൽ വീടുകൾ, അതുപോലെ തന്നെ പല കൃഷികളും, തെങ്ങായിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ഇത് മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ വില്ലേജുമായി ബന്ധപ്പെട്ട് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2025-2026 നികുതി ചീട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്നും ഉറപ്പ് പറയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ ഈ വാർഡിൽ സർക്കാർ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത്. നമ്മളൊരു സർക്കാരിനും കുറ്റപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ഫോറസ്റ്റുകാരെ നമ്മൾ വിളിക്കുന്നു, ഫോറസ്റ്റുകാർ എത്രയും പെട്ടെന്ന് വരുന്നു. പക്ഷെ അവർ മനുഷ്യരല്ലേ, അവർ വരും, കുറച്ച് നനഞ്ഞ പടക്കമായിട്ട് വരും, അത് ആ പടക്കം പൊട്ടിക്കും. അവർ പോയി കഴിഞ്ഞാൽ ആനക്ക് ഏകദേശം അറിയാം ഈ പടക്കം പൊട്ടി കഴിഞ്ഞാൽ ഇവർ എത്ര മണിവരെ അല്ലെങ്കിൽ ഏത് സമയം വരെ ഇവിടെ ഉണ്ടാവുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ആയി കഴിഞ്ഞാൽ ആനകൾ മേലേക്ക് പോയ ആനകൾ മുഴുവനും അതേപടി തിരിച്ചു വരുന്നൊരു സന്ദർഭമാണുള്ളത്.